മദ്യനയ അഴിമതി കേസിലെ ഇ.ഡി. അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കെജ്രിവാളിന്റെ വാദം. കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് ഇന്ന് ജയിൽ മോചിതനാകുമെന്ന വാർത്ത കൂടി വരുന്നു. മാത്രമല്ല 6 മാസത്തിന് തടവിന് ശേഷം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് തെളിവില്ലെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറയുന്ന കള്ളപ്പണം കണ്ടെത്താൻ ഇ.ഡിക്ക് കഴിഞ്ഞില്ലെന്നും കോടതി ഇന്നലെ വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇതിലേറ്റവും സങ്കടകരമായ കാര്യം 6 മാസം ജയിലിൽ കിടന്ന് കഴിഞ്ഞിട്ടും ഇ.ഡിക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല സഞ്ജയ് സിംഗിൻ്റെ പേരിൽ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ ഈ 6 മാസം കൊണ്ട് അദ്ദേഹത്തിന് കഴിയാതെ പോയോ എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? ഗുഡ് മോർണിംഗ് എസ്.കെ.എൻ. സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ സഞ്ജയ് സിംഗിന്റെ കുടുംബം അടക്കം ഇത് ഒരു വ്യാജമായ കേസാണ് എന്നും സഞ്ജയ് സിംഗിന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിവോ ഇതിൽ ഇടപെടലോ ഇല്ല എന്നും വ്യക്തമാക്കിയിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പണം കണ്ടെത്തിയിട്ടില്ല എന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ആരോപണം ഒരു സഹായി വഴിയാണ് സഞ്ജയ് സിംഗിന് പണം കൈമാറിയത് എന്നതാണ്. അതിന് മൊഴിയുണ്ട്, അതിന് തെളിവായി മൊഴിയാണ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇന്നലെ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇതിലെ സുപ്രധാനമായ മാപ്പ് സാക്ഷി നൽകിയ മൊഴികളിൽ സഞ്ജയ് സിംഗിന്റെ പേരില്ല എന്നതാണ് സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിക്കാൻ പ്രധാന കാരണമായി മാറിയത്. ഒപ്പം തന്നെ പണം ഒന്നും തന്നെ റെയ്ഡുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും വ്യക്തമായ തെളിവുകൾ സഞ്ജയ് സിംഗിനെതിരെ ഇല്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിക്കൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. സഞ്ജയ് സിംഗിന്റെ ജാമ്യ വ്യവസ്ഥകൾ ഇന്ന് വിചാരണ കോടതി തീരുമാനിക്കുകയും ആ രേഖകൾ തിഹാർ ജയിലിൽ ഹാജരാക്കിയ ശേഷം അദ്ദേഹം തിഹാർ ജയിലിൽ നിന്നും 6 മാസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുകയും ചെയ്യും. അതേസമയം കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ സഞ്ജയ് സിംഗിന്റെ ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ പരാമർശം അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്നും കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾക്ക് എതിരെ വീടുകളിൽ നടത്തിയ റെയ്ഡുകളിൽ 1 രൂപ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് ഈ കെജ്രിവാളിന്റെ അഭിഭാഷകർ കോടതിയെ വാദിച്ചത്. മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വി അടക്കമുള്ള സംഘമാണ് കെജ്രിവാളിന് വേണ്ടി ഹാജരാകുന്നത്. എന്നാൽ ഇ.ഡി മറുപടി നൽകാൻ സമയം ചോദിച്ചതിനെ തുടർന്നാണ് വീണ്ടും ഒരാഴ്ച കൂടി സമയം അനുവദിക്കുകയും ഇന്നലെ ഇ.ഡി മറുപടി നൽകുകയും ചെയ്തു. അതിൽ എന്നാൽ കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ട് എന്നാണ് ഇ.ഡി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ എന്തെല്ലാമാണ് ആ തെളിവുകൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ ഉയർന്നു വരും. അത് ഇ.ഡിക്ക് തെളിയിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എന്തായാലും കെജ്രിവാളിന് ആശ്വാസകരമായ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കെജ്രിവാളിന്റെ അഭിഭാഷകരും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും. അല്ലാത്ത പക്ഷം ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാനാണ് കെജ്രിവാളിന്റെ തീരുമാനം. എസ്.കെ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേർന്നത്.